ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമിയിൽ പ്രവേശനം നിഷേധിച്ച് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ CPM നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര ഭരണസമിതി. കോഴിക്കോട് ചേലൂർ ശ്രീ സുബ്രഹ്മണ്യ മഹാക്ഷേത്ര ഭരണസമിതിയാണ് ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമി വിട്ടുനൽകാത്തത്. മുൻ വർഷങ്ങളിൽ നടത്തിയിരുന്ന പരിപാടിക്ക് ഇത്തവണ അനുമതി നിഷേധിച്ചതിൽ വലിയ പ്രതിഷേധത്തിലാണ് ഭക്തജനങ്ങൾ. ബാലഗോകുലം ചെത്തുകടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെത്തുകടവ്, കുരിക്കത്തൂർ, പെരുവഴിക്കടവ്, അരവിന്ദ വിദ്യാലയം, വരിട്ട്യാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭായാത്രകൾ ചേലൂർ സുബ്രഹ്മണ്യ മഹാക്ഷേത്രത്തിൽ അവസാനിപ്പിക്കാനായിരുന്നു തീരുമാനം. മുൻ വർഷങ്ങളിലൊക്കെ ബാലഗോകുലം സമാന രീതിയിൽ ശോഭായാത്രകൾ നടത്തിയിരുന്നു. ഇത്തവണയും ശോഭായാത്ര ക്ഷേത്ര പരിസരത്ത് അവസാനിപ്പിക്കാൻ അനുമതി തരണമെന്നാവശ്യപ്പെട്ട് ബാലഗോകുലം ക്ഷേത്ര ഭരണസമിതിക്ക് കത്തു നൽകി. എന്നാൽ മലബാർ ദേവസ്വം ബോർഡ് നിയമപ്രകാരം ക്ഷേത്രവും പരിസരവും രാഷ്ട്രീയ പരിപാടികൾക്ക് അനുവദിക്കില്ലെന്നും അതിനാൽ ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്കും വിട്ടുനൽകാൻ ആകില്ലെന്നുമായിരുന്നു മറുപടി. എന്നാൽ ബാലഗോകുലത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലെന്ന് ബാലഗോകുലം ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. ബാലഗോകുലത്തെ രാഷ്ട്രീയ പാർട്ടിയായി പരിഗണിക്കുന്നത് വിശ്വാസികളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തവണ ശോഭായാത്രകൾ നടക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ സമാപനം ഇവിടെ നടക്കാറുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത സമയത്തും ഒക്കെ തന്നെ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നിട്ടുണ്ട്. കേരളത്തിൽ അനവധി ക്ഷേത്രങ്ങളിൽ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ അനുമതി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആ തരത്തിലുള്ള പരിപാടികൾ നടത്താൻ അനുവാദം കൊടുക്കാറില്ല എന്നാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, ബാലഗോകുലം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക സംഘടനയാണ്. അതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും തന്നെയില്ല. ആ തരത്തിലേക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയാക്കി മാറ്റി ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഒരു ക്ഷേത്ര കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. ക്ഷേത്ര ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. മുൻ വർഷങ്ങളിൽ ഇല്ലാതിരുന്ന വിലക്ക് ഇപ്പോൾ എന്തിനു കൊണ്ടുവരുന്നു എന്നാണ് വിശ്വാസികളുടെ ചോദ്യം. അതിനാൽ ക്ഷേത്രഭൂമിക്ക് സമീപമുള്ള മറ്റൊരു സ്ഥലത്ത് ശോഭായാത്ര അവസാനിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. തുടർന്ന് പ്രസാദ വിതരണവും നടക്കും. ജനം, കോഴിക്കോട്. വിവരങ്ങൾ നൽകാൻ ഗോകുൽ കെ വേണുഗോപാലുണ്ട്. ഗോകുൽ, വർഷങ്ങളായി ഇത്തരത്തിൽ ശോഭായാത്രകൾ കുഞ്ഞുങ്ങൾ ശ്രീകൃഷ്ണ വേഷം കെട്ടി നാടും നഗരവും ഒക്കെ അമ്പാടിയാകുന്ന നമുക്കറിയാം. ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. ഈ കോഴിക്കോട് ചേലൂർ ശ്രീ സുബ്രഹ്മണ്യ മഹാക്ഷേത്ര ഭരണസമിതി എന്തുകൊണ്ട് ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമി വിട്ടു നൽകില്ല? എന്തുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയായി മുദ്രകുത്തി? അതാണ് ചോദ്യം. അതുതന്നെയാണ് അവിടെ നിന്ന് ഭക്തജനങ്ങളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഇതേ ക്ഷേത്രത്തിലേക്ക് ശോഭായാത്ര നടത്തുകയും അവിടെ ശോഭായാത്ര അവസാനിപ്പിക്കുകയും ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹകരണത്തോടുകൂടി പരിപാടികൾ നല്ല രീതിയിൽ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ക്ഷേത്രത്തിനകത്ത് മറ്റൊരു കമ്മിറ്റി, CPMന് സ്വാധീനമുള്ള CPM പാർട്ടിക്ക് കുറച്ചുകൂടി വ്യക്തമായ ആധിപത്യമുള്ള കമ്മിറ്റി വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ആ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് അവിടെയുള്ള ആളുകളുമായി, ഭക്തജനങ്ങളുമായി, നാട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ നടത്താൻ അനുവദിക്കില്ല എന്നാണ്. എന്നാൽ ഇതേ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ തന്നെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് ബാലഗോകുലം പരിപാടികൾ സംഘടിപ്പിക്കുകയും ശോഭായാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയൊന്നും ഇല്ലാത്തൊരു വിലക്കാണ് ഈ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ബാലഗോകുലത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് ബാലഗോകുലം സംഘാടകർ അല്ലെങ്കിൽ ബാലഗോകുലം ഭാരവാഹികൾ വ്യക്തമാക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള ബാലഗോകുലത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതുമാണ്. കാരണം രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള ആളുകളാണ്, മതഭേദമന്യേ ആളുകളാണ് ഈ ബാലഗോകുലത്തിന്റെ ശോഭായാത്രയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ കോഴിക്കോട് തന്നെ സംഘടിപ്പിച്ചിട്ടുള്ള ബാലഗോകുലത്തിന്റെ ശോഭായാത്രയിലൊക്കെ മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളൊക്കെ കൃഷ്ണവേഷം ധരിച്ച് വളരെ സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി പരിപാടിയുടെ ഭാഗമാകുന്നതൊക്കെ നമ്മൾ കണ്ടതും വാർത്തയാക്കിയതും ഒക്കെയാണ്. ഈ സാഹചര്യത്തിലാണ് ബാലഗോകുലം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലഗോകുലത്തിന്റെ പരിപാടിയെ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി കാത്തിരുന്ന് വരവേൽക്കുന്ന ഒരു ഉത്സവത്തിന്റെ പരിപാടിക്ക് കളങ്കം തീർക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആ ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. ഈ ചെത്തുകടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5 പരിപാടികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഗോകുൽ, ഞാനും ഇടപെടുകയാണ്. KP ശശികല ടീച്ചർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ടീച്ചർ, ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഈ ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം, പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രേരിതമായി തന്നെ, പക്ഷേ അവർ ഈ രാഷ്ട്രീയ മുദ്ര കുത്തുന്നത് മറിച്ചാണെന്നേ ഉള്ളൂ. കാരണം ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമിയിൽ പ്രവേശനം നിഷേധിക്കുന്നതിന് കാരണമായി ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ CPM നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര ഭരണസമിതി പറയുന്നത് ഈ പാർട്ടി പരിപാടികൾക്ക് ക്ഷേത്രഭൂമി വിട്ടു നൽകാനാകില്ല എന്നുള്ളതാണ്. ടീച്ചർ എങ്ങനെ പ്രതികരിക്കുന്നു?
ഇതിൽ നമുക്കൊട്ടും അത്ഭുതമില്ല. ഇത് ആദ്യത്തേതുമല്ല, അവസാനത്തേതായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനും നിവൃത്തിയില്ല. കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ഭഗവാൻ എന്നാണോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതായോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നതായോ എന്റെ പരിമിതമായ അറിവിലില്ല. ഭഗവാന്റെ അവതാര ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത്. കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ഇവിടുത്തെ അമ്മമാരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഭക്തി ആചാരപൂർവ്വം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ളത്. അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ളത്. ഇവിടെ കല്ലിൽ കടിച്ച് പല്ല് കളയുക എന്ന് കേട്ടിട്ടുണ്ട്. അതാണ് CPM ചെയ്യുന്നത്. CPM ഒരു പക്ഷേ ബാലഗോകുലം തുടങ്ങിയത് മുതൽ, അതുമല്ലെങ്കിൽ ഇവിടെ എവിടെയാണോ ഹിന്ദു അതിന്റെ സനാതന മൂല്യങ്ങൾ വീണ്ടെടുക്കാനുള്ള പരിശ്രമം നടത്തുന്നത് അന്ന് മുതൽ അതിനെ എതിർത്ത് എവിടെ എത്തി? അവർ ഉപ്പുവെച്ച കലം പോലെ ഇല്ലാതായി എന്നല്ലാതെ ഈ മുന്നേറ്റത്തെ, സനാതന ധർമ്മത്തിന്റെ ഈ വീണ്ടെടുക്കലിനെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അവരാ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെയുള്ള സാധാരണ ഹൈന്ദവ ഭക്തരുടെയാണ് ക്ഷേത്രം. CPM-ന്റെ അല്ല, BJP-യുടെ അല്ല, കോൺഗ്രസിന്റെ അല്ല, അവിടുത്തെ ഹൈന്ദവ ഭക്തരുടെയാണ്. അവർക്ക് ഭക്തി ആദരപൂർവ്വം ഒരു ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ അവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനുള്ളതാണ് ക്ഷേത്രം എന്ന് അവർ വിചാരിക്കുന്നത്? ഇതെനിക്ക് അത്ഭുതപ്പെടുത്തിയിട്ട് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ഒരു ക്ഷേത്രത്തെ പറ്റി അനുഭവം എനിക്കറിയാം. വർഷങ്ങളായി ശ്രീകൃഷ്ണ ജയന്തിക്ക് വിലക്ക് കൊടുത്തിരുന്ന ആ ക്ഷേത്രത്തില് അവിടെ എന്താണ് പറയുന്നത്, ക്രിസ്മസ് കരോള് ക്ഷേത്രത്തിനകത്ത് കയറ്റി അവിടെ എല്ലാ വിധത്തിലും ക്ഷേത്രത്തിലെ തന്ത്രിയെ പൂജാരിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിസ്മസ് കരോളിനെ വരവേറ്റും. ഇനി നബിദിന ഘോഷയാത്ര അവർ അനുമതി ചോദിക്കാനില്ല. ചോദിച്ചാൽ ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ് അവർ അത്രയും ക്ഷേത്ര കമ്മിറ്റികൾ അതിന് അനുവാദം കൊടുക്കും. കാരണം അവർക്ക് മതേതരത്വം ഈ മതേതരത്വം ഈ ഹൈന്ദവ ജനതയുടെ മാത്രം ബാധ്യതയായി മാറുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. തീർച്ചയായും ഹൈന്ദവ ജനതയുടെ മാത്രം ബാധ്യതയായി മാറുന്നു എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞത് നബിദിന ഘോഷയാത്രയെ സ്വീകരിക്കേണ്ടാന്നോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമാകാത്ത കാര്യങ്ങൾ എന്തും ചെയ്തോട്ടെ, അത് നമ്മളൊന്നും പറയുന്നില്ല. ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതൊഴിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതിന് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ അതൊക്കെ ചെയ്യുന്ന ക്ഷേത്ര കമ്മിറ്റിയാണ് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര കയറരുത് എന്ന് പറയുന്നത്. എങ്ങനെ ഇവർ കയറരുത് എന്ന് പറയുന്നത്? ഭക്തജനങ്ങൾ അവിടെ കയറി ഇവർ കരുത് എന്ന് പറയാൻ പറ്റൂ? ഇപ്പൊ കൃഷ്ണവേഷം കെട്ടിയ കുട്ടികളാകാം, അല്ലെങ്കിൽ രാധവേഷം കെട്ടിയ കുട്ടികളാകാം, ഒപ്പം നാമം ചൊല്ലി വന്ന അമ്മമാരാകാം. അവർ കയറി കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുക? ഇവർക്ക് ഏത് തരത്തിൽ അത് തടയാൻ സാധിക്കുക? ഒരു പക്ഷെ ഒരു പൊതുയോഗം നടത്തുന്നതാണ് അവർക്ക് പറയാൻ പറ്റുമായിരിക്കും. ഇവർ കയറണ്ടെന്ന് എങ്ങനെയാ ഇവർ പറയുക? അതവിടെ ഒരു സംഘർഷത്തിലേക്ക് വഴിവെച്ചാൽ ആരായിരിക്കും അതിന്റെ ഉത്തരവാദി? അപ്പൊ തീർച്ചയായും ഇവര് തീക്കൊള്ളി കൊണ്ട് തലചൊറിയാണെന്നേ പറയാനുള്ളൂ. ഇത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൂടുതൽ ശാക്തീകരിക്കേണ്ടതിന്റെ ബോധ്യം അവരിൽ ഉണ്ടാക്കുകയാണ്. CPM-നോട് നന്ദിയുണ്ട് നമുക്ക്. കാരണം അവിടെ ഇപ്പോൾ ഒരുപക്ഷെ ബാലഗോകുലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്ത ഹൈന്ദവ സമൂഹത്തിന് വരെ ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ള തോന്നലാണ് അവരിലുണ്ടാകുക. അപ്പോൾ CPM-ന്റെ ഇത്തരം പരിശ്രമങ്ങള് സനാതന ധർമ്മത്തെ ശാക്തീകരിക്കുന്നതിൽ കൂടുതൽ ഇതുവരെ അത് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അവർക്കൊന്നും ഇല്ലാതൊക്കെ ഇപ്പോൾ വളരെ ചെറിയ തോതിൽ നമുക്കറിയാം അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളാണ് ബാലഗോകുലം പറന്നു വീണത്. അന്നു മുതൽ അതിനോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ആ പിറന്നു വീണ കാലഘട്ടം മുതൽ അതിനോടൊപ്പം സഞ്ചരിച്ച ആളാണ് ഞാൻ. ബാലഗോകുലം നിത്യേന വളരുകയാണ്. ഓരോ സ്ഥലത്തും ബാലഗോകുലത്തിന്റെ ശാഖകൾ തുടങ്ങുകയും ശോഭായാത്രകൾ കൂടുതൽ ഭംഗിയായി നടക്കുകയാണ്. CPM-ന് എന്താ ചെയ്യാൻ സാധിച്ചത്? അവര് നിയമസഭയിൽ നിലവിളിച്ചിട്ടുണ്ട്. കുട്ടികളെ ചില ഗെയിമിൽ കൊണ്ടുപോയി അധപതിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ് കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ളവരെ അപമാനിച്ചിട്ടുണ്ട്. ഒപ്പം ശോഭായാത്ര നടത്തി നോക്കി. ഇതിന് പകരം ഇതേപോലെ തന്നെ ശോഭായാത്ര നടത്തി നോക്കി. പൗണ്ഡ്രക വാസുദേവൻ ഞാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ പോലെ നടത്തി നോക്കി. എന്നിട്ട് എന്തായി? ശ്രീകൃഷ്ണ ജയന്തി അത് നടത്തേണ്ടവർ ആരാണ് എന്ന് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് അറിയാം. അവരതിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന ക്ഷേത്രത്തിലെ അവർക്ക് സ്ഥാനം നൽകാതിരിക്കാൻ പറ്റൂ. ഇവിടുത്തെ ജനമനസ്സിൽ ബാലഗോകുലവും ശോഭായാത്രകളും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവും ഒക്കെ ഉണ്ടാക്കി അവർ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതില്ലാതാക്കാൻ CPM-ന് സാധിക്കില്ല. CPM-ന് ആ മനസ്സിലുള്ള സ്ഥാനം ജനങ്ങളെടുത്ത് പുറത്തു കളയും എന്ന് മാത്രമേ. ടീച്ചർ അത് തന്നെയാണ്. ടീച്ചർ ഒറ്റ കാര്യം കൂടി, കാരണം നമുക്കറിയാം ഇത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു വികാരമാണ്. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അത് മാത്രമല്ല ഇതര മതസ്ഥർക്കും. കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിൽ നമുക്കറിയാം ദിവ്യാംഗനായ ഒരു ചെറിയ കുഞ്ഞ് ശ്രീകൃഷ്ണ വേഷം കെട്ടിക്കൊണ്ട് ആ ഒരു ശോഭായാത്രയിൽ പങ്കെടുക്കുന്ന അതിൻ്റെ ഫോട്ടോയൊക്കെ എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞതുപോലെയാണ് ഹൈന്ദവ സമൂഹത്തിന് ഒരു പക്ഷേ ഒരു കൂടുതൽ ഒരു പ്രചോദനം നൽകും ഇത്തരം നമ്മുടെ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാൻ. മാത്രമല്ല ഇതര മതസ്ഥർ കൂടി വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ടീച്ചർ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, അത് കൃത്യമായ പോയിന്റാണ്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് CPM എന്നുള്ളത്. തീർച്ചയായും CPM ഇത് കാരണം അവർ ചെയ്യുന്നത് ഹിന്ദുത്വത്തിന്റെ വളർച്ചയെ തടയാമെന്നുള്ളതാണ്. അവർ വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു വളരെ അവിടുത്തെ ഹൈന്ദവ സമൂഹം തീർച്ചയായും വളരെ ധൈര്യപൂർവ്വം അത് നടത്തും എന്ന് തീരുമാനിച്ചാൽ എല്ലാ ഹൈന്ദവ സംഘടനകളും അവരുടെ കൂടെ ഉണ്ടായിരിക്കും.
പക്ഷെ ഇത് കുട്ടികളുടെ പരിപാടി ആയതുകൊണ്ട് നമുക്ക് ചില പരിമിതികളുണ്ട്. മാത്രമല്ല ഒരു സമൂഹത്തോടൊരു സംഘർഷ അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് നടത്തേണ്ടുന്ന ഒരു പരിപാടിയാണ് എന്ന് ബാലഗോകുലം വിശ്വസിക്കുന്നില്ല. അതല്ല, അവിടുത്തെ അമ്മമാര്, അവിടുത്തെ കുട്ടികൾ അവിടെ കയറി തന്നെ ചിലർ ആ ക്ഷേത്രത്തിൽ കയറി തന്നെ അത് നടത്തണം എന്ന് തീരുമാനിച്ചാൽ ഒരു സംശയവും വേണ്ട, CPM-ന്റെ ആഭ്യന്തര വകുപ്പോ CPM-ന്റെ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഗുണ്ടാപ്പടയോ ഒന്നും വിചാരിച്ചാലും അതിനെ തടയാൻ സാധിക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മൂന്നരപ്പേരാണ്. അതെ ടീച്ചർ, പക്ഷേ ഇത് പിടിച്ചെടുക്കേണ്ടതല്ലല്ലോ അല്ലേ? കാരണം ഇത് അവകാശമാണ്. അങ്ങനെയാണെങ്കിൽ കൂടി പിടിച്ചെടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ചെറിയ വിഭാഗം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള നിബന്ധനകളൊക്കെ വെക്കുന്നു എന്ന് കൂട്ടിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ശോഭായാത്ര, അതിന്റെ സംഗമം ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് വിട്ടുമാറി മറ്റൊരിടത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ സംഘാടകർ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്, ബാലഗോകുലത്തിന്റെ സംഘാടകർ. ഭക്തിയുടെയും ആചാരത്തിന്റെയും തലത്തിലാണ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതൊരു പിന്മാറ്റമല്ല, നമ്മളെ സംസ്കാരം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. CPM-നെ അങ്ങനെ തന്നെയാണ് ഒരു പാഠം അവിടെ പഠിപ്പിക്കേണ്ടത്. ഒരു എല്ലാ വർഷത്തേക്കാളും ഗംഭീരമായ ശോഭായാത്ര അവിടെ നടക്കും. ശരി ടീച്ചർ, വളരെയധികം നന്ദി പ്രതികരണത്തിന്. ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ, ഇപ്പോൾ ശശികല ടീച്ചർ സൂചിപ്പിച്ചതുപോലെയാണ് ഭഗവാൻ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതായി ഒരു അറിവുമല്ല. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയെ ഇതിനെ മുദ്രകുത്തി മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ പരിപാടിയാണ്. മാത്രമല്ല നമുക്കറിയാം ഹൈന്ദവ ജനതയുടെ ഒരു പൊതുവിലുള്ളൊരു നിലപാട് നമുക്കറിയാം, സനാതനത്തിൽ അധിഷ്ഠിതമാണ്. വലിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കലാപങ്ങളോ ഒക്കെ ഉണ്ടാക്കേണ്ടത് പിടിച്ചു വാങ്ങേണ്ട ഒരു ആവശ്യമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ, ആ ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെ ഇതിന് ബാലഗോകുലത്തിന്റെ സംഘാടകർ ഗോകുൽ പറഞ്ഞതുപോലെ മറ്റൊരിടത്ത് മാറ്റി ഈ ശോഭായാത്രയുടെ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്. അതെ, കുട്ടികളുടെ ഉത്സവമാണ്. നമുക്ക് മുൻവർഷങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ ഈ കുട്ടികളുടെ ഉത്സാഹവും സന്തോഷവും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അവർ അതിരുകളില്ലാതെ ഈ റോഡുകളിൽ കൂടിയൊക്കെ നടന്നു പോകുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവരുടെ കുസൃതികളൊക്കെ വാർത്തയാവുക, സന്തോഷം, കാണികളിൽ സന്തോഷം ഉണ്ടാക്കുക, കുട്ടികളിൽ സന്തോഷം ഉണ്ടാക്കുക, അവർ പരസ്പരം മതിമറന്ന് ആഹ്ലാദിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷങ്ങളിലും ബാലഗോകുലത്തിന്റെ ശോഭായാത്രകൾക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത എല്ലാ സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഒരുപാട് ബാലഗോകുല ഘോഷയാത്രകൾ, ശോഭായാത്രകൾ കൂടുതലായി നടത്തുന്നുണ്ട് എന്നാണ് ബാലഗോകുലം ഭാരവാഹികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാലഗോകുലത്തിന്റെ ശോഭായാത്ര താൽക്കാലികമായി നിർത്തിവെക്കാനോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനോ അവിടുത്തെ ഭാരവാഹികൾ, ചെത്തുകടവ് മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ തയ്യാറല്ല. അതേസമയം തന്നെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകാനോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സന്തോഷത്തിനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താനും അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് സമീപത്തുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ശോഭായാത്ര അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ചെത്തുകടവ് മണ്ഡലം കമ്മിറ്റി എത്തിയിട്ടുള്ളത്. ആ രീതിയിലുള്ള നടപടികളിലേക്കാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ആദ്യം മുതൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ക്ഷേത്രത്തിൽ മുൻപ് ബാലഗോകുലം ശോഭായാത്രകൾ ഒരുപാട് ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ നടത്തിയിട്ടുള്ളത് കൊണ്ട് പോസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള അടിക്കുകയും വലിയ രീതിയിലുള്ള സമ്പർക്കം നടത്തുകയും ആളുകളിലേക്ക് ശോഭായാത്ര ഇവിടെ സമാപിക്കുമെന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഈ ക്ഷേത്രത്തെ വിശ്വസിച്ചുകൊണ്ടാണ്, ക്ഷേത്രം ഭാരവാഹികളെ വിശ്വസിച്ചുകൊണ്ടാണ് മുൻ വർഷങ്ങളിൽ സമാന രീതിയിൽ ശോഭായാത്രകൾ നടത്തുകയും അവിടെ അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പിന്നീടാണ് ഇത്തരത്തിലുള്ള ഒരു ചതിയെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ഈ ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അതെന്തായാലും വേദനാജനകമാണ് എന്നൊരു മറുപടിയാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. കാരണം ക്ഷേത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ വിശ്വാസങ്ങൾ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനും ആചരിക്കാനും ഒക്കെ ഉള്ളതാണ്. അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ എന്നൊരു ചോദ്യം അവിടെയുള്ള ഭക്തവിശ്വാസികൾ, ഭക്തജനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ള ആഘോഷങ്ങൾക്ക് പ്രത്യേകിച്ചും കുട്ടികൾ പോലെയുള്ള ആളുകൾ കൂടുതൽ പങ്കാളികളാവുന്ന, അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്ന, അവരുടെ പങ്കാളിത്തം കൊണ്ട് കൂടുതൽ മനോഹരവും സന്തോഷം നൽകുന്നതുമായിട്ടുള്ള ഒരു ആഘോഷത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ഷേത്രം ഈ രീതിയിൽ എന്തിനാണ് അവിടെ നിലനിൽക്കുന്ന ഒരു ചോദ്യം ഭക്തജനങ്ങൾ, സാധാരണപ്പെട്ട ഭക്തജനങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ കൂടുതൽ ജനപങ്കാളിത്തത്തോടു കൂടി അവിടെ നടത്തും, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും നാളത്തെ ശോഭായാത്ര എന്നതാണ് ബാലഗോകുലത്തിന്റെ സംഘാടകർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. മുൻ വർഷങ്ങളിൽ ഉണ്ടായതിനെക്കാട്ടും കൂടുതൽ ജനസമ്പന്നമായിരിക്കും, കൂടുതൽ ആളുകൾ അതിൽ പങ്കെടുക്കും, മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമാകും എന്നൊരു കാര്യം അവിടെ നിന്ന് പറയുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാം ബാലഗോകുലം തീരുമാനിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ആഘോഷങ്ങൾ കുറച്ച് ഭക്തിസാന്ദ്രമായിട്ടുള്ള ശോഭായാത്രകൾ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഗോകുൽ സൂചിപ്പിച്ചതുപോലെയാണ് കഴിഞ്ഞ വർഷങ്ങളിലും അത് ഇതര മതസ്ഥരും കൂടി വളരെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങളെ കൂട്ടി പങ്കെടുത്ത ശോഭായാത്രകൾ നമ്മൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ടതാണ്. അതുമാത്രമല്ല കോഴിക്കോട് സാമൂഹ്യ പ്രവർത്തക നസ്ർ ജഹാനാണ് ശോഭായാത്രകൾ ഉദ്ഘാടനം ചെയ്യുന്നതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഗോകുൽ ഒന്ന് തുടരണേ. ഇപ്പോൾ ശ്രീ PC ജോർജ് വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട്. PC, ഇത്തരത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ഒരു ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. CPM നിയന്ത്രണത്തിലുള്ളതാണ് ക്ഷേത്ര ഭരണസമിതി. നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതുള്ളൂ ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഒരു ശോഭായാത്രയുടെ സംഗമത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു?
യാതൊരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഈ വിഭാഗത്തിന് ക്ഷേത്രത്തിന് ഭരണം കൊടുത്ത നാട്ടുകാരാണ് കുറ്റക്കാർ. ഇവരൊന്നും ക്ഷേത്രത്തിൽ കയറ്റാൻ പാടില്ലായിരുന്നു, മനസ്സിലായില്ലേ? യെസ്. CPM ക്ഷേത്രത്തിന് ഭരണം നടത്തേണ്ട കാര്യം എന്താ? അവനെ ക്ഷേത്ര സമിതി കൂടിയിട്ടുണ്ട്, അവിടുത്തെ ജനകീയ സമിതി ഉണ്ടാക്കണം, അവനെയൊക്കെ അവിടെ നിന്ന് അടിച്ചിറക്കണം. ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര എന്ന് പറഞ്ഞ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു അഭിമാന പ്രശ്നമല്ലേ? അതിനെന്താ ഇത് കുഴപ്പം? അതിനെ തടയണം എന്ന് പറയാനായിട്ട് ഇവനെന്താ അവകാശം? അതായത് പിണറായിയുടെ സ്വഭാവം അവന്റെ അണികൾക്ക്, അതാണ് ഇത് കുഴപ്പം. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കണം, അവിടെ ബലമായിട്ട് ശോഭയാത്ര നടത്തണം, അതിന് എല്ലാ സഹായവും ജനങ്ങളുടെ ഉണ്ടാകണം. ഒരു നിയമവും നോക്കണ്ട, ശോഭയാത്ര നടത്തിയും ആ എതിർക്കാൻ വരുന്നവരെ മേലിൽ ഒരിടത്ത് എതിർക്കാൻ പോകാത്ത രീതിയിൽ ആക്കി വിടുകയും ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീ PC ജോർജ്, തീർച്ചയായിട്ടും ഒരു പക്ഷേ വൈകാരികമായി നമുക്ക് അങ്ങനെ മാത്രമേ തോന്നുകയുള്ളൂ. ഇത് കേട്ടാൽ ഉടൻ നമുക്ക് തോന്നുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും, ഇവർക്ക് എന്താണ് അധികാരം ഇതിനെ എതിർക്കാൻ എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ പരിപാടിയാണ്, അവിടെ ആ ഒരു പ്രദേശത്ത് ഈ ശോഭയാത്രയുമായി ബന്ധപ്പെട്ട സംഘർഷം തീർച്ചയായിട്ടും ഇതിന് ശേഷം പറയുക ഇത്തരത്തിൽ RSSനൊക്കെ തന്നെയായിരിക്കും കുറ്റം പറയുക, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനൊക്കെ തന്നെയായിരിക്കും കുറ്റം പറയുക. ഒരു പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമായിരിക്കും ഇത്തരത്തിൽ മനഃപൂർവ്വം ഇങ്ങനെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു CPM നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര ഭരണസമിതി ഇതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി ഈ ഒരു ശോഭായാത്രാ സംഗമം മാറ്റി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ബാലഗോകുലം ഭാരവാഹികളെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഈ ക്ഷേത്ര ഭരണസമിതിയൊക്കെ മാത്രമല്ല ഈ സമസ്ത മേഖലകളും CPM നേതാക്കൾ അണികളൊക്കെ അങ്ങ് പിടിച്ചെടുക്കുകയാണല്ലോ. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ സാമ്പത്തികമായി കൂടിയുള്ള ലാഭം കൂടിയൊക്കെ നോക്കിയിട്ടായിരിക്കും ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും കയറി, പ്രത്യേകിച്ച് ഈ ക്ഷേത്രങ്ങളിൽ കയറി ഖജനാവിലേക്ക് കണ്ണും നട്ട് ഇത്തരത്തിൽ ഭരണമൊക്കെ ഏറ്റെടുക്കുന്നത്. അതായത് അതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു നാസ്തികൻ, ദൈവനിഷേധി, നാസ്തികൻ മാത്രമല്ല നാസ്തികന്മാരെ ആർക്കും ആകാം, ദൈവനിഷേധിയും കൂടെ ആയിട്ടുള്ള ഒരു വരമ ബോർഡനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആളല്ലേ ശബരിമലയിലേക്ക് പെണ്ണുങ്ങൾ പോകാൻ പാടില്ല എന്ന നിയമമുണ്ട്, അതുകൊണ്ട് ആ നിയമം ഞാൻ ലംഘിക്കുകയാണെന്ന് പറഞ്ഞ് 2 പെണ്ണുങ്ങളെ, തുണിയില്ലാത്ത 2 പെണ്ണുങ്ങളെ അങ്ങോട്ട് അയച്ചതാരാ? പിണറായി എത്തി 100-300 പോലീസുമായിട്ട് 2 പെണ്ണുങ്ങളെ പാൻറ് വിട്ട് ചാടുക. ഞാനങ്ങനെ എതിർത്ത് ആദ്യം ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരും കൂടിയാ കൊടുത്ത്, ഞാൻ ഓർക്കായിരുന്നു. അതിപ്പോ ഈ പിണറായിയുടെ സ്വഭാവമാണ് എതിർക്കുക. ഞാൻ അവിടെ എതിർത്തോണ്ട് എന്താ കുറ്റം? വന്ന ജനം മുഴുവൻ നമ്മുടെ കൂടിയെന്ന് മാത്രമല്ല, ഈ പെണ്ണുങ്ങളെ കയറ്റി നടന്നില്ല. അവിടെ അയ്യപ്പന്റെ മുൻവശത്തോടൊന്ന് കയറ്റാൻ ഒരു കാരണവശാലും കയറ്റി തീരുമാനിച്ചു. പുറകുവശത്തൂടെ ഒരു കമ്പ കുത്തി പൊക്കി നിർത്തിച്ച് ഓടിച്ച് പോലീസ് കൊണ്ടുപോയി. മനസ്സിലായില്ല? അങ്ങനെ എതിർക്കാൻ പഠിക്കണം. ഇവിടെ ശോഭയാത്ര അവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. ആരെന്നെ ഇന്ന് കാണട്ടെ, അതാണ് എൻ്റെ അഭിപ്രായം. തോറ്റു പോകരുത്. തോറ്റുപോയാൽ കുഴപ്പമാണ്. തോറ്റുപോയാൽ ഇമാര് നമ്മുടെ തലക്കറി ഇരുന്ന് നിരങ്ങും. തലക്കറി നിരങ്ങും മാത്രമല്ല, അമാര് എന്തും ചെയ്യും. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയില്ല ഇതിനെതിരെ. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ പരിപാടിയാണ് ശ്രീകൃഷ്ണ ജയന്തിയിലുള്ളത്. അവിടെ കുഞ്ഞുങ്ങളുള്ളപ്പോൾ ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കുന്നത് നല്ലതാണ്, ഞാനും സമ്മതിക്കുന്നു. അതുകൊണ്ട് പിള്ളേരുടെ പരിപാടി കഴിഞ്ഞിട്ട് അവിടുത്തെ കാരണവന്മാരെല്ലാം അങ്ങോട്ട് കയറി ചെന്നിട്ട് ആ മുകളിലിരിക്കുന്ന അവനെയെല്ലാം വലിച്ചുകൊണ്ട് ഞാടിച്ചിട്ട് കുറച്ച് ചെവുക്കുത്തി തുറന്ന് കൊടുത്ത് ഇറക്കി വിടണം. ഒരു കാരണവശാലും ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതി അമ്മ ഇരുത്താൻ പാടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വളരെയധികം നന്ദി പ്രതികരണത്തിന് ശ്രീ PC ജോർജ്. ഗോകുലിലേക്ക് പോവുകയാണ്. ഗോകുൽ, അതൊരു തനത്ത് പ്രതികരണമാണ്. ഒരു പക്ഷേ ഓരോ ഭക്തനുള്ളിൽ തോന്നുന്നത് ഇത്തരത്തിൽ തന്നെയായിരിക്കും. ബാലദിനാഘോഷമാണ്, പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെയാണ് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്ത പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടിയും ഒരു വലിയൊരു പ്രശ്നം ഒഴിവാക്കാൻ, ഒരു പ്രശ്നം സൃഷ്ടിക്കണമെന്ന് മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെയായിരിക്കും ഇതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. പ്രശ്നം ഒഴിവാക്കാനാണ് ബാലഗോകുലം ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഗോകുലത്തിന്റെ പ്രവർത്തകർ, സംഘാടകർ വളരെ സമചിത്തതയോട് കൂടിയിട്ട് അവിടെ ഇടപെടുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സ്ഥലത്ത് പോയിട്ട് ബാലഗോകുലത്തിന്റെ സംഘാടകരുമായി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഭരണസമിതിയിലെ ആൾക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ബാലഗോകുലം എന്താണോ പരിപാടി നിശ്ചയിച്ചത്, ആ നിശ്ചയിച്ച രീതിയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശോഭായാത്ര ആരംഭിക്കും. ഈ ക്ഷേത്രത്തിൽ ശോഭായാത്ര അവസാനിപ്പിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിൽ തൊഴാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് അവിടെ പ്രസാദ വിതരണം നടത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് ശോഭായാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ശോഭായാത്ര അവസാനിപ്പിച്ച് പ്രസാദ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി കുട്ടികൾ കൂടുതൽ സന്തോഷത്തോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ബാലഗോകുലത്തിന്റെ സംഘാടകർ അവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ 5 സ്ഥലങ്ങളിൽ നിന്ന് ശോഭായാത്രകൾ ആരംഭിച്ച് ഈ ചെത്തുകടവ് എന്ന് പറയുന്ന സ്ഥലത്ത് സംഗമിച്ച് അവിടെ നിന്ന് ഒറ്റ ശോഭയാത്രയായി പോയി ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് അവസാനിപ്പിച്ച് പ്രസാദ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി പരിപാടി അവസാനിപ്പിക്കാനുള്ള ഒരു
തീരുമാനത്തിലാക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ഗോകുൽ, ഞാൻ ഒറ്റ സംശയം കൂടി, കാരണം ഇതിപ്പോൾ ആദ്യത്തേതാണോ ഇത്തരത്തിലൊരു നിലപാട് അവർ എടുത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ശ്രീ പി സി ജോർജ് പറഞ്ഞതുപോലെ വരും വർഷങ്ങളിൽ ഇത് ആവർത്തിക്കാൻ സാധ്യതയില്ലേ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്, അല്ലെങ്കിൽ സംശയം ഉന്നയിക്കുന്ന കാര്യം തന്നെയാണ്. ഈ നേരത്തെ തന്നെ ഇതേ ക്ഷേത്രത്തിലേക്ക് നിരവധി തവണ ബാലഗോകുലത്തിന്റെ ശോഭയാത്രകൾ നടത്തുകയും അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ചെത്തുകടവ് മണ്ഡലം കമ്മിറ്റി സാധാരണയായി നടത്തി വരുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശോഭായാത്രകൾ, ഒന്നിലധികം ശോഭായാത്രകൾ ആരംഭിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംഗമിച്ച് അവിടെ നിന്ന് ഒന്നായി പോയി ആ പ്രദേശത്ത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ശോഭായാത്ര അവസാനിപ്പിക്കുന്ന രീതിയായിരുന്നു സ്വീകരിച്ചു വന്നിരുന്നത്. പ്രദേശത്ത് നിരവധി ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ്, അവിടെ എവിടെയെങ്കിലും അവസാനിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു സ്വീകരിച്ചു വന്നിരുന്നത്. ആ രീതിയിലുള്ള ശോഭായാത്രകൾ ഇതേ ക്ഷേത്രത്തിലേക്ക്, ഇന്ന് ബാലഗോകുലത്തിന്റെ ശോഭായാത്ര പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അതേ ക്ഷേത്രത്തിലേക്ക് 3 തവണ മുൻപ് നിരവധി വർഷങ്ങളിലായിട്ട് നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ മാത്രമാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ വിലക്ക് വന്നിട്ടുള്ളത് എന്നാണ് കാര്യം. എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നതിനെ പറ്റി നമ്മൾ അവിടെയുള്ള ഭക്തജനങ്ങളോട്, നാട്ടുകാരോട് ചോദിക്കുന്ന സമയത്ത് മുൻ വർഷങ്ങളിൽ നിന്ന് വിരുദ്ധമായി ഇത്തവണ അവിടെയുള്ള കമ്മിറ്റിയിൽ CPM കൂടുതൽ സ്വാധീനമുള്ള, അല്ലെങ്കിൽ CPM രാഷ്ട്രീയ പാർട്ടിയോട് കൂടുതൽ താല്പര്യമുള്ള ആളുകളാണ് കമ്മിറ്റിയുടെ ഭാഗമായിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു സമീപനം അവർ സ്വീകരിച്ചത് എന്നൊരു മറുപടിയാണ് ലഭിക്കുന്നത്. കാരണം ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ മറ്റ് നിരവധി ക്ഷേത്രങ്ങളുണ്ട് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള. ആ ക്ഷേത്രങ്ങളിലേക്കും ബാലഗോകുലത്തിന്റെ ശോഭായാത്രകളൊക്കെ നടത്തുന്നുണ്ട്. അവിടെയൊന്നും ഇല്ലാത്തൊരു പതിവ്, അല്ലെങ്കിൽ അവിടെയൊന്നും ഇല്ലാത്തൊരു രീതിയാണ് ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ കാരണം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ നിന്ന് ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അവിടെയുള്ള ഭരണസമിതിക്ക് താല്പര്യം ക്ഷേത്രത്തിനോടോ ക്ഷേത്രത്തിന്റെ ആരാധനാചാരങ്ങളോടോ അല്ല, ക്ഷേത്ര സമ്പത്തിൽ മാത്രമാണ് എന്ന് ഊഹിക്കണം. വ്യക്തമാണ് ഗോകുൽ. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് ക്ഷേത്രഭൂമിയിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ CPM നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര ഭരണസമിതി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ്. കോഴിക്കോട് ചേലൂർ ശ്രീ സുബ്രഹ്മണ്യ മഹാക്ഷേത്ര ഭരണസമിതിയാണ് ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് ഇതാദ്യമായി ക്ഷേത്രഭൂമി വിട്ടു നൽകാത്തത്. ഇപ്പോൾ CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതി ആയതുകൊണ്ടാണ് മുൻ വർഷങ്ങളിൽ നടത്തിയിരുന്ന ഇതേ പരിപാടിക്ക് ഇത്തവണ അനുമതി നിഷേധിച്ചത് എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടപ്പോൾ തന്നെ പ്രതികരിച്ച KP ശശികല ടീച്ചറിനും ശ്രീ PC ജോർജിനും ഒരിക്കൽ കൂടി നന്ദി.